ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വിരുന്നൊക്കെ പോയോ? ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ 2 ദിവസം സ്കൂളത്തെ വാർഷികം കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാം. താത്താരെ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്കാട്ടോ പോകുന്നത്. പിന്നെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വാർഷികത്തിൻ്റെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ കുറച്ച് അപ്പുറത്ത് ഇറങ്ങിയിട്ട് നടന്നു പോവാണേ. അപ്പോൾ വീടിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഇങ്ങനെ കുത്തരയായിട്ട് ഓട്ടോയിൽ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫസ്റ്റത്തെ ദിവസത്തെ പരിപാടിക്ക് പോവാട്ടോ. ഓലുണ്ട്. ഓല് അന്നാ വന്ന്, വെള്ളിയാഴ്ചയാണ് ഓല് വന്ന്. അന്ന് ഉച്ചക്കാണ് ഞങ്ങൾ പരിപാടിക്ക് പോകണം. അല്ലുവിനെ 2 മണിയാകുമ്പോൾ സ്കൂൾക്ക് എത്തിക്കാൻ പറഞ്ഞിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോണ പോക്കിൽ ഞങ്ങൾ മിഠായും കാര്യമൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ അതാ ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. നമ്മളെ ഇതൊക്കെ സ്റ്റേജ് ഫുള്ള് സെറ്റാക്കുന്നുള്ളൂ. പിന്നെ മേക്കപ്പ് ഇടൽ തുടങ്ങിയെന്ന് കേട്ടോ. അപ്പോൾ 2 കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു. അപ്പം അല്ലും ഈ ഒരു കുട്ടികൾ കുറച്ചുണ്ട്, പിന്നെ വരുന്നുള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. അങ്ങനെ അല്ലുവിനെ മേക്കപ്പ് ചെയ്യാം കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ മേക്കപ്പ് ഒന്നും അല്ലല്ലോ ഇവർ ചെയ്യാം. പിന്നെ അത് പോയി കിട്ടാനൊരു ഭയങ്കരമായിട്ട് പാടുപെടുന്നൊരു മേക്കപ്പ് കണ്ടത്. പിന്നെ അല്ലുവിനെ കണ്ടാൽ തിരിച്ചറിയാം. എല്ലാ കുട്ടികളും ഒരുപോലെ മേക്കപ്പ് ഇട്ടാനുള്ള ഒരു ഇതാണ് കേട്ടോ. എല്ലാവരും ഒരുപോലെ. പിന്നെ അവർ ചിരിയെ കാണണം, അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ കുട്ടിയാണെന്നുള്ളത്. ഉടുപ്പും കൂടി ഇട്ടപ്പോൾ ഇതതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് പ്രേതയിക്കണമെന്ന് അറിയുന്നത്. അങ്ങനെ പിന്നെ ഇതാ ഡ്രസ്സ് മാറ്റി കൊടുക്കുക. നമ്മളതിനുള്ളിലേക്കൊന്നും കടത്തൂല കേട്ടോ. ആ മേക്കപ്പ് ചെയ്യുന്ന അവിടേക്ക് ഫസ്റ്റ് കടത്തി, പിന്നെ കടത്തിയില്ല. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇവൾക്ക് വെൽക്കം ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രോഗ്രാം ഇവരുത്തേന് 1ാം ക്ലാസ്സിലെ വെൽക്കം ഡാൻസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവർ 2 മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികളതിൻ്റെ ഉള്ളില്ല. പിന്നെ ഇത് ടാലൻ്റ് എക്സാമിൻ്റെ അല്ല UKG 1 ജയിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണിത്. പിന്നെ അങ്ങനെ അതും പിന്നെ ടാലൻറ്റിൻ്റെ എക്സാമിൽ LKG അതിൻ്റെ ഇതൊക്കെ പാടായിട്ട് ഇതാണ്. പിന്നെ ഇത് 2ാമത്തെ ദിവസം ഞങ്ങൾ പോകണേട്ടോ. ഞാൻ അവസാന വീഡിയോ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അന്നും താത്താൻ്റെ കുട്ടികളുണ്ട് ഇവർ. പിന്നെ ഇന്നാട്ടോ പോകണം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ സൗണ്ട് കൊടുക്കണത്. ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ ആക്കി പോകുന്നിട്ട് ഞാൻ നാളെ ഇതപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസം മുത്തുട്ടിൻ്റെ ഡാൻസ് ചെയ്യുന്നുട്ടോ. അപ്പോൾ അവൾ ഇത്രയും മാറ്റി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കാണുന്ന 3 മണിക്ക് അവിടെ കൊണ്ടേ ഇറക്കിയിട്ട്. ഫസ്റ്റ് ദിവസം മഴ പെയ്തതാണ് കേട്ടോ. അത് ആകെ കണ്ടില്ലേ, ഫുള്ള് മഴയും. ഞങ്ങൾ 9 മണിക്ക് പോന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു 9:30-10 മണിയാകുമ്പോൾ നല്ല മഴ പെയ്തിരുന്നു. അത് രസം എന്താ വെച്ചാൽ ഇവിടം വരെ ഉള്ളൂ മഴ, ഞങ്ങൾ അങ്ങോട്ടൊന്നും മഴയല്ല കേട്ടോ. അങ്ങനെ പിന്നെ അന്നത്തെ പ്രസംഗം കാര്യം 1ാമത്തെ ദിവസത്തെ പ്രസംഗം അടുത്ത് മാനേജർ മകനാണ്. അന്ന് മാനേജർ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ സൗണ്ട് കൊടുക്കണ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സൗണ്ട് എടുക്കുക റൂമിൽ കയറി, പിന്നെ അവന് റൂമിൽ കയറി. പിന്നെ ഇത് എന്താ വെച്ചാൽ പറഞ്ഞില്ല, ടാലൻറ്റിൻ്റെ ആ ഒരു ഇതിൻ്റെ ഇതാണ് കേട്ടോ. എക്സാമിൽ LKG സമ്മാന വിതരണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 3 മണിക്ക് അവിടെ മേക്കപ്പിന് 2:45 എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 3:30 ആയപ്പോഴേക്കും ഉദ്ഘാടനം അങ്ങനെയൊക്കെ കേട്ടോ. അസ്കറാമയൂരായിരുന്നു, നമ്മളെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആളാണ് കേട്ടോ. അങ്ങനെ അത് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ കഴിഞ്ഞു. അപ്പം ഒരു 4:30-5 മണിയാകുമ്പോൾ തന്നെ കേട്ടോ. ഈ കണ്ടില്ലേ വെയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നല്ല വെയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ കേട്ടോ. പക്ഷേ വെയിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫുള്ളായിട്ടൊന്ന് എടുത്തിട്ട് ആ ഒരു സമയത്ത് ആൾക്കാർ കണ്ടോ കസേരകളൊക്കെ കണ്ടില്ലേ ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ഭാഗം ആ സമയമായപ്പോഴത്തേന് പിന്നെ രാത്രിക്കത്തെ ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. കാരണം അത്ര ഭയങ്കരമായിട്ടുള്ളൊരു വാർഷികമായിരുന്നു ഈ വർഷം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ടീച്ചർ ലിജ ടീച്ചർ പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതൊക്കെ ആയിട്ടുള്ളൊരു നല്ല അടിപൊളി. ഇത് ഫസ്റ്റ് ദിവസം കേട്ടോ. ഫസ്റ്റ് ദിവസത്തിലേറെ അടിപൊളിയായിട്ട് 2ാമത്തെ ദിവസം ഇന്നലെ ശനിയാഴ്ച അത്രക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങനെ അസ്കറാമയോർ കുറേ സംസാരിച്ച്, പിന്നെ അങ്ങനെ എല്ലാവരും സംസാരിച്ച്. പിന്നെ ലിജ ടീച്ചർ റിട്ടയർഡായിട്ട് പോകുന്നതാണ്, ഇനിയും പൊന്നൂനെ പഠിപ്പിച്ച്. അപ്പോൾ പിന്നെ ആ ടീച്ചർ കുറേ നേരം സംസാരിച്ചു കേട്ടോ. അപ്പോഴൊക്കെ ഭയങ്കര ഒരു സങ്കടം. കാരണം അത്രക്കും നല്ല ടീച്ചർ, നമ്മളെ സംസ്ഥാന അവാർഡൊക്കെ ടീച്ചറെ സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു ടീച്ചറും കൂടിയാണ് കേട്ടോ. അത്രക്കും നല്ല ടീച്ചറായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇത്രയും സംസാരിക്കേണ്ട ആവശ്യം വന്നു. ഭാവിയാണ് എടുത്തുകൊണ്ടിട്ട വീഡിയോ, അതിൻ്റേതായിട്ടുള്ളതാണത്. പിന്നെ രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ ഒരു UKG 1ാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. പിന്നെ അതാ നമ്മളെ വെള്ളില വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇരുന്നേ. അപ്പം ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ ഇട്ടുതരാം കേട്ടോ. കാരണം ആ ഒരു സമയത്ത് ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് കാണട്ടെ. എല്ലാം കൂടെ ഇടാനൊന്നും പറ്റില്ല. എന്തേലും ഒരു 6-7 മണിക്കൂറായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്.
അത്രയും സമയം നമുക്ക് കുട്ടികളെ പരിപാടിയൊക്കെ കൂടെ ഉണ്ടാകും. അതിലെ കുറച്ച് ഷോർട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആനുവൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ കുറച്ച് പാട്ടുകളൊക്കെ പാടാനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉഷാറല്ലേ? നമുക്ക് ഉഷാറാക്കണ്ടേ? അപ്പോൾ ആദ്യമായിട്ടൊരു മെലഡി സോങ്ങിൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പേരുകേട്ട കാശ്മീർ. കാശ്മീരി സംസ്കാരത്തിന്റെ സൗന്ദര്യവും ചാരുതയും വിളിച്ചോതുന്ന റൂഫ് നൃത്തത്തിന്റെ മോഹിപ്പിക്കുന്ന താളത്തിൽ മുഴുക. വിളവെടുപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ഫാങ്ക് നൃത്തത്തിന്റെ ഗ്രാമീണ മനോഹാരിത നമുക്ക് അനുഭവിക്കാം. വിസ്മയങ്ങളിലൂടെ രാധയുടെയും കൃഷ്ണന്റെയും കഥകളുടെ നൃത്ത ആവിഷ്കാരം നമുക്ക് ആസ്വദിക്കാം. ത്തിനും പേരുകേട്ട തമിഴ്നാടിന്റെ സാംസ്കാരിക ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. പഴക്കവും തിളക്കവുമേറിയ ക്ലാസിക്കൽ നൃത്തരൂപം ഭരതനാട്യം. ഭാവം പകർച്ചകൾക്കും കഥ പറയുന്ന മുദ്രകൾക്കും അതോടൊപ്പം കാവടിയാട്ടത്തിന്റെ നിറവും പകർന്ന് കാലാതീതമായ കലകൾക്ക് നമുക്ക് സാക്ഷികളാകാം. നിങ്ങളുടെ കണ്ണുകളെ ക്ഷണിക്കുന്നു.
സധൈര്യവും അചഞ്ചലമായ സമർപ്പണവും മുഖമുദ്രയാക്കിയ നമ്മുടെ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരായ സൈനിക ശക്തിയെ നമുക്ക് നെഞ്ചേറ്റാം. ശക്തവും ഏകീകൃതവും അഭിമാനകരവുമായ ഇന്ത്യയുടെ ആത്മാവിന് ഒരു സല്യൂട്ട് അർപ്പിക്കാം. അങ്ങനെ ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ 9 മണിയാകുമ്പോഴത്തേന് പോന്നു കേട്ടോ. 9:30 ആയപ്പോഴേക്കും മഴയും പെയ്തത്ര കേട്ടോ. കാരണം പരിപാടി കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് മണ്ണിലൊക്കെ കളിച്ചവന് ഉറക്കം വന്ന് ആകെ ഇതാക്കി. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം കേട്ടോ. തുടങ്ങുന്നതാണ് ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് കേട്ടത്. പിന്നെ മാഷ്മാരൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടിന്. ഇന്നലെ നമ്മളെ പരിപാടി അവിടെ നിർത്തി വെച്ചാലേ മഴ പെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ UA ലത്തീഫില്ലേ മൂപ്പര് കുറേ പ്രസംഗിച്ചു കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ മൂപ്പര് ണ്ടല്ലോ. ഈ നനഞ്ഞൊരു ഓലക്കൊടി വല്ലാത്തൊരു മുസീബത്താണുള്ളത്. പാവങ്ങൾക്ക് തിരിച്ചു നൽകുക.
രണ്ടാമത്തെ കടമഴിയിൽ കമലദളം നട നടന്നാൽ പുലരി മഴ കടമഴിയിൽ കമലദളം കവിളിനടിൽ സിന്ദൂരം നട നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം
ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്നു ോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കം വിള്ളികളില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ലിയ മുത്തു നിരത്തതിനൊത്തൊരു എത്തൊരു കണ്ണാടേ നിന്റെ തേനെടുപ്പ വിളച്ചിരിക്കുന്ന ഞാനെത്തുണച്ചിടുമെന്ന മുത്തേ മോഹബത്തിന്റെ സത്തേ പുന്നാരക്കുട്ടി സത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നില്ലേ
നമുക്കൊരു നറുക്കെടുപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുവരെ കളിച്ച മുത്തുട്ടിൻ്റെ ഡാൻസാണ്, 25 മിനിറ്റാണ്. അത് ഞാൻ വെട്ടി കുറച്ചാക്കിയതാട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സമ്മാനം നമുക്കൊരു സൈക്കിളായിരുന്നു നറുക്കെടുപ്പ്, പിന്നെ 2 കുക്കർ, പിന്നെ ഒരു സ്ഥിരം വെട്ടി. എന്തെങ്കിലും നമുക്ക് അടിച്ചിട്ടില്ല. 50 രൂപേൻ്റെ കൂപ്പണായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തുട്ടിക്ക് എടുത്തിരുന്നു ഞാൻ, പക്ഷെ അതൊന്നും അടിച്ചില്ല. ഞങ്ങൾ കുറേ നേരം സൈക്കിൾ കിട്ടുന്നിങ്ങനെ നോക്കി നിന്ന്, പക്ഷെ അത് വെള്ളത്തിലേക്ക് ഗേസ്. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ നറുക്കെടുപ്പ് കഴിഞ്ഞ് സമ്മാനം കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ബാദുഷേ സൽമാനും വന്നിട്ടുള്ള കേട്ടോ പാട്ടുകാർ. പിന്നെ അവർ പാട്ടായിരുന്നു. അപ്പോൾ അത് നറുക്കെടുക്കുന്ന കാണണം 1, 2. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് ഇട്ടു എന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും നമുക്ക് അടിക്കുമോ എന്നുള്ളൊരു ഇതിലിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്, അതാണ് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുള്ളത്. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖാണോ? ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാൻ പറ്റിയില്ല, നിൽക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. അങ്ങോട്ടൊന്നും കാണണമെന്നില്ല, എല്ലാവരും ഉഷാറാണ്. கொஞ்சம் மனவாட்டி பெண்ணானே மயிலாட்டத்தில் கரகாட்டத்தில் ஜெகடா நீ கொலுசிறு தஞ்சம் போரடி பச்சார பூக்கிடி சலாம் சலாம் யா ഒരു 2 ദിവസത്തെ പരിപാടിയിൽ ഞാനിതൊരു 30 മിനിറ്റിൽ വെട്ടിച്ചുരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം ടീച്ചേഴ്സിൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇത്രയും വർഷം ഞാൻ വാർഷികത്തിൽ ഞാൻ പഠിച്ചന്ന് മുതൽ ഇതുവരെ ഉണ്ടായിട്ടും ഇത്ര കളറായിട്ടൊരു വാർഷികം അവിടെ ഉണ്ടായിട്ടില്ല. അടിപൊളിയായിരുന്നു. ഇതിലേറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്നത് മുത്തുട്ടിൻ്റെ ഡാൻസ് ആവട്ടോ. കൂടുതൽ ആട്ടിട്ടുള്ളത് 25 മിനിറ്റിൻ്റെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയൊക്കെയുള്ളൂ. ബായ്.